സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ വന്നിരിക്കുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു പേൾ ക്രീമാണ്, ഒരു ഐവറി ക്രീമും പേൾ ക്രീമും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിലൊരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്, ഒരു 1/4 ഇഞ്ചിന്റെ ബോർഡർ, ഒരു ഗോൾഡൻ സെറിയിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് നല്ലൊരു ബേർഡ് മോട്ടീവ്സിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു പാർട്ടി വെയർ സാരിയാണ്. സോഫ്റ്റ് പ്യുവർ സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ലുക്ക് വരിക. ആ ഒരു ബേർഡ് മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ വരുന്നുണ്ട്. ഒരു ഖാദി സിൽക്കിന്റെ എല്ലാം ആ ഒരു വ്യൂ പാറ്റേണിലാണ് ബോഡിയിൽ ആ ടെക്സ്ചർ വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ ആ ഒരു ഇന്നർ വീവിംഗ് സ്വീക്വൻസ് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ, ആ ഒരു ബേർഡ് മോട്ടീവ്സും ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. സിമ്പിൾ ബോർഡർ. ഇതാണ് സാരിയുടെ ടെക്സ്ചർ. സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു മസ്ലിൻ ഓർഗൻസ ഫാബ്രിക്കിൽ ഇന്നർ വീവിംഗ് സ്വീക്വൻസ് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതാണ് ടെക്സ്ചർ വരുന്നത് സാരിയിൽ കേട്ടോ. ഒരു മാറ്റ് സ്വീക്വൻസ് വർക്കിൽ ഇന്നർ വീവിംഗ് സ്റ്റൈലിലാണ് ഒരു പല്ലു വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ആ ഒരു ബേർഡ് മോട്ടീവ്സിന്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിൽ ഞാൻ ബ്ലൗസ് കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ബ്ലൗസിന്റെ ടെക്സ്ചർ ജൂട്ടിലാണ്, ജൂട്ട് വീവിലാണ്. ഒരു ഗോൾഡൻ സെറി തിൻ ലൈൻസിലുള്ള ജൂട്ട് വീവിലാണ് സാരിയുടെ ഒരു ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു ടോൺ ഉണ്ടല്ലോ, ഒരു ബേർഡ് മോട്ടീവ്സിന്റെ ഈ ഒരു ടോൺ, അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ജൂട്ട് സിൽക്കിലാണ് സാരിയുടെ ബ്ലൗസ്. അതേ ആ ഒരു സാരിയിൽ വരുന്ന ആ ഒരു സിമ്പിൾ ബോർഡർ ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നുണ്ട്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരിക. നല്ല പാറ്റേണിലാണ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും, ആ ഒരു മുന്താണിയും ബോഡി എല്ലാം കൂടി വരിക. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. സോഫ്റ്റ് സിൽക്ക് തന്നെ സാരിയുടെ മെറ്റീരിയൽ. ആ ഒരു ബേർഡ് മോട്ടീവ്സ് ഉണ്ടല്ലോ, അതിന്റെ കളറിൽ മാത്രം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ. ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു ഇൻഡിഗോ ബ്ലൂ ആ ഒരു ടോണിലാണ് ആ ഒരു ബേർഡ് മോട്ടീവ്സ്, പാരറ്റ് ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ബാക്കി എല്ലാം സെയിം ആണ് വരുന്നത്. സോഫ്റ്റ് സിൽക്ക്. ഇതിനെയും പല്ലു വരുമ്പോൾ ആ ഒരു ലുക്കിലാണ്, ആ ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ ഇന്നർ വീവിംഗ് സ്വീക്വൻസ് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. മുന്താണിയാണ് ഈ സാരിയുടെ എലഗൻ ലുക്ക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ. ആ ഒരു പാരറ്റിന്റെ മോട്ടീവ്സിൽ ആ ഒരു കളർ ഉണ്ടല്ലോ, അതേ ഷെയ്ഡിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ബ്ലൗസിന്റെ ഫാബ്രിക് വരുമ്പോൾ ജൂട്ട് സിൽക്ക് ആണ് വരുന്നത്. സാരി വരുന്നത് സോഫ്റ്റ് സിൽക്ക് ആണ്. നെക്സ്റ്റ് സാരി പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ല പാറ്റേണിൽ പേൾ ക്രീമിൽ തന്നെ നല്ലൊരു ലാവൻഡർ പിങ്കിൽ ഫുൾ ബോഡിയിലും ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ്. ഫ്ലോറൽ മോട്ടീവ്സും ജാൽ ഡിസൈൻസിലും നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് വന്നിരിക്കുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ. ഒരു മഹേശ്വരി സിൽക്കിലെല്ലാം വരുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആണ് സെറി വുവൻ സ്റ്റൈലിൽ സാരിക്ക് വന്നിരിക്കുന്നത്. എൻറ്റയർ സാരിയിലും ആ ഒരു പേൾ ക്രീമിൽ ലാവൻഡർ പിങ്കിലാണ് ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരിക. പേൾ ക്രീം വിത്ത് ലാവൻഡർ പിങ്ക്. പല്ലു വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്, ജൂട്ടിലാണ് സാരിയുടെ മുന്താണി. ഷോർട്ട് പല്ലു ആ സാരിക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും ഈ ഒരു സ്റ്റൈലാണ്. ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ വൂവൺ സ്റ്റൈലാണ്. ത്രെഡ് വീവില് വിത്ത് ബോർഡർ ആണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഫുൾ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ആ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. മുന്താണി സെയിം സ്റ്റൈൽ. ആ ഒരു ഡബിൾ ലൈൻ പാറ്റേണിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വീവിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് വിത്ത് ബോർഡർ. സെയിം അതേ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീമിൽ അക്വാ ഗ്രീൻ ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് സിമ്പിൾ ആ ഒരു 1 ഇഞ്ച് ബോർഡർ സെറിയിൽ വരുന്നുണ്ട്. ഫുൾ അക്വാ ഗ്രീനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലാണ്. ഫ്ലോറൽ ജാൽ ഡിസൈൻസിൽ വന്നിട്ട് ജൂട്ട് വൂവൺ പാറ്റേണിലുള്ള ഷോർട്ട് മുന്താണി. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതുപോലെയുള്ള ഫംഗ്ഷനിലും വളരെ ആപ്റ്റ് ആട്ടോ സാരീസ്. പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ്. ആ ഒരു ഐവറി ക്രീം തന്നെയാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പീച്ചാണ്. ഫസ്റ്റ് സാരി ലാവൻഡർ പിങ്ക് ആയിരുന്നു. സെക്കൻഡ് സാരി വന്നത് അക്വാ ഗ്രീൻ ആയിരുന്നു. തേർഡ് വൺ വരുന്നത് പീച്ചിലാണ് സാരി വരുന്നത്. സെയിം ഫ്ലോറൽ ജാൽ പാറ്റേണുള്ള ആ ടൈനി മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിലും. വളരെ എലഗന്റ് ആയിട്ടാണ് ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിൽ ബോഡി വരുന്നത്. വിത്ത് സിമ്പിൾ സെറി വുവൺ ബോർഡർ, ജൂട്ട് വീവിലുള്ള ഷോർട്ട് പല്ലു, വുവൺ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂ വിത്ത് പേൾ ക്രീം ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതും ബാപ്റ്റിസത്തിനെല്ലാം ആപ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ആ പൗഡർ ബ്ലൂവിൽ വന്നിരിക്കുന്നത്. ബേബി ബോയ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് സാരി. സെയിം സ്റ്റൈൽ സിമ്പിൾ ബോർഡർ, എംബ്രോയിഡറി വർക്കും പാറ്റേൺ എല്ലാം സെയിം തന്നെ. സോഫ്റ്റ് സിൽക്ക് ആണ്, സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ജൂട്ട് വൂവൺ മുന്താണി ആൻഡ് സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഈ സാരീസിനെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. കാരണം ഏത് കളറിലാണോ ആ ഒരു വർക്ക് വരുന്നത് ആ ഒരു കളറിലെ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും സാരി. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെയാണ്. സോഫ്റ്റ് സെമി ടെസർ ആണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേൾ ക്രീം തന്നെയാണ് വരുന്നത്. ഇതൊരു നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയിലെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരിക്ക് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് നല്ലൊരു പാറ്റേണിലാണ് ആ ലോവർ ബോർഡർ വരുന്നത് സാരിയിൽ. ഇതായിരിക്കും ആ ഒരു പീച്ച് ആൻഡ് ബ്രൗൺ ടോണിലാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ടൈനി മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലാണ്.
നല്ലൊരു മൾട്ടി കളറിൽ സോഫ്റ്റ് പേസ്റ്റൽ കളർ പാരറ്റിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ലോവർ ബോർഡർ ത്രെഡ് വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. അതേ പാറ്റേണിൽ തന്നെ സാരിയുടെ പല്ലു വരുമ്പം ജൂട്ട് ബീവിലാണ്. ബോഡിയുടെ ടെക്സ്ചർ വരുന്നത് സോഫ്റ്റ് സെമി ടെസറും ആ ഒരു മുന്താണി വരുമ്പം ജൂട്ട് വുവൻ സ്റ്റൈലിലായിരിക്കും വരും. ഇതായിരിക്കും വരുന്നത്. ഫുൾ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അങ്ങോട്ട് ലാവൻഡർ പീച്ച് ആ ഒരു ടോണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പേൾ ക്രീമിൽ തന്നെ. സെയിം പേൾ ക്രീം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, കോമ്പിനേഷനും പാറ്റേണും മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. ബോഡിയിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു ടൈനി മോട്ടീവ്സ് വരുന്നുണ്ട് ത്രെഡ് വുവൻ സ്റ്റൈലിൽ. ഈ ഒരു പാറ്റേണിൽ ഒരു വൈറ്റ് ത്രെഡും ഒരു ലാവൻഡർ പിങ്ക് പീച്ച് ആ ഒരു ടോണിലാണ് ബോഡിയിൽ വരിക. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ആ ഒരു ലോവർ ബോർഡർ വരിക. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ത്രെഡ് വുവൻ ബോർഡർ, ഷോർട്ട് പല്ലു, ഫുൾ ആ ഒരു ലുക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. നല്ല സാരീസ് ആയിരുന്നു. ഓരോ സാരിക്കും അതിൻ്റെതായ ഒരു എലഗൻ ലുക്കിലായിരുന്നു സാരി വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വീണ്ടും മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴും മൾട്ടി കളറിൽ തന്നെ ഡിഫറെന്റ് ഒരു ഡിസൈനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെയാണ്. ഇതാണ് ക്ലോസർ ലുക്ക് പറയുകയാണെങ്കിൽ ഒരു പൗഡർ ബ്ലൂ പീച്ച് ബ്രൗൺ ആ ഒരു ടോണിലാണ് എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ബോഡിയിൽ വരുന്നത്. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു ലുക്കിലാണ് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരും. ഒരു ബ്രൗണിലുള്ള പാറ്റേൺസ് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മൾട്ടി കളറിലായിരിക്കും. ത്രെഡ് വുവൻ സ്റ്റൈൽ ഒരു കെസിയ വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ, ജൂട്ട് വുവൻ സ്റ്റൈലുള്ള ഷോർട്ട് മുന്താണി, റണ്ണിങ് ബ്ലൗസ്.